ഹായ്, വെൽക്കം ടു അവോദ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ലേണിംഗ് കാറ്റഗറീസ് ആൻഡ് ടാഗ്സ് എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അതിൽ നമ്മുടെ ഫസ്റ്റത്തെ ടോപ്പിക്കാണ് ലേണിംഗ് കാറ്റഗറീസ് എന്നുള്ളത്. ലേണിംഗ് കാറ്റഗറീസ് ആർ ബ്രോഡ് സബ്ജക്ട്സ് ഓർ മെയിൻ ടോപ്പിക് യൂസ് ടു ഓർഗനൈസ് എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഇൻ ടു എ ഗ്രൂപ്പ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ടോപ്പിക് ഓർ സബ്ജക്റ്റിനെയാണ് നമ്മൾ കാറ്റഗറീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്ന മെയിൻ ടോപ്പിക്സ് ആണ് SEO, SMM, SEM, കോണ്ടന്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഈ ടോപ്പിക്സിന് ഏറ്റവും മെയിൻ ടോപ്പിക്സിനെ പറയുന്നതാണ് കാറ്റഗറീസ് എന്ന്. അതിന് എക്സാമ്പിൾ തന്നിട്ടുണ്ടോ? എക്സാമ്പിളിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നിരിക്കുന്നത് SEO, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഗൂഗിൾ ആഡ്സ്, കോണ്ടന്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, അനലറ്റിക്സ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ടോപ്പിക്. ഓക്കെ, ഈ മെയിൻ ടോപ്പിക്കിനെ ഓർ മെയിൻ സബ്ജക്റ്റിനെ പറയുന്നതാണ് കാറ്റഗറീസ്. ഓക്കെ, അപ്പോൾ അതിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസ് ലേണിംഗ് മെറ്റീരിയൽസ്. ഓക്കെ, ക്രിയേറ്റ് എ സ്ട്രക്ചർഡ് ലേണിംഗ് പാത്ത്. നമുക്കൊരു സ്ട്രക്ചറിൽ പഠിക്കാൻ പറ്റും. മീൻസ് മെയിൻ ടോപ്പിക്, അതിന് താഴത്തെ ഒരു സബ് ടോപ്പിക് എന്ന രീതിക്ക് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് മെയിൻ ടോപ്പിക് അറിഞ്ഞാൽ അതിന് താഴത്താണ് അതിന്റെ കണ്ടന്റ്, അതിന്റെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും. ഹെൽപ്പ് എ സ്റ്റുഡൻസ് ഫൈൻഡ് എ റിലവന്റ് ടോപ്പിക് ഈസിലി. അവർക്ക് അവരുടെ റിലവന്റ് ടോപ്പിക് എന്താണെന്ന് ഈസിലി ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ലേണിംഗ് ടാഗ്. ലേണിംഗ് ടാഗ് ആർ എ സ്പെസിഫിക് കീവേഡ് ഓർ ലേബൽ ദാറ്റ് ഡിസ്ക്രൈബ് ഡീറ്റെയിൽസ് കോൺസെപ്റ്റ് വിത്ത് എ കാറ്റഗറി. ഓക്കെ, കാറ്റഗറിയുടെ ഡീറ്റെയിൽസ് കോണ്ടന്റ് ഓർ ഡീറ്റെയിൽ കോൺസെപ്റ്റിന് പറയുന്നതാണ് ടാഗ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ മെയിൻ ടോപ്പിക് ഓർ മെയിൻ എന്താണ് സബ്ജക്റ്റിനെയാണ് നമ്മൾ SEO, SMM, SEM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ SEOയിൽ വരുന്ന ടാഗ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഓൺ പേജ്, ഓഫ് പേജ്, ടെക്നിക്കൽ. മനസ്സിലായോ? ഈ SEOയിൽ വരുന്ന ടാഗ്സ് അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ SEOയെ കുറിച്ച് പറയുന്ന ടോപ്പിക് ഓർ ടാഗിനെയാണ് നമ്മൾ ഏതൊക്കെയായിരുന്നു? ഓൺ പേജ്, ഓഫ് പേജ്, ടെക്നിക്കൽ. ഇതിനൊക്കെ നമ്മൾ പറയുന്നതാണ് ടാഗ് എന്നത്. കാണോ, എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ കാറ്റഗറീസ് SEO തന്നെ തന്നിട്ടുണ്ട്. SEOയിൽ വരുന്ന ടാഗ്സ് ഏതൊക്കെയാണ്? കീവേഡ്. SEOയിൽ വരുന്ന ഒരു ഓപ്ഷൻ ആണ് കീവേഡ് എന്നുള്ളത്. ഓക്കെ, ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, ടെക്നിക്കൽ SEO, ബാക്ക് ലിങ്ക്, മെറ്റാ ടാഗ്. ഇതെല്ലാം SEOയുടെ അണ്ടറിൽ വരുന്നതാണ്. ഈ അണ്ടറിൽ വരുന്ന ടോപ്പിക്സിനെ പറയുന്നതാണ് ടാഗ് എന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ടോപ്പിക്കിനെ നമ്മൾ പറയുന്നു കാറ്റഗറി എന്നത്. ഈ സബ് ടോപ്പിക് ഓർ അതിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക് ഡീറ്റെയിൽ ചെയ്ത് ആ കണ്ടന്റിനെ, ആ കാറ്റഗറിയെ ഡീറ്റെയിൽ ചെയ്ത് പറയുന്ന ടോപ്പിക്കിനെ പറയുന്നതാണ് ടാഗ് എന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ കാറ്റഗറി എന്നുള്ളത് SEO. അതിൽ വരുന്ന ടാഗ്സ് ആണ് കീവേഡ്, ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, ടെക്നിക്കൽ SEO, ബാക്ക് ലിങ്ക്സ്, മെറ്റാ ആഡ്സ് എന്നുള്ളത്. അതുപോലെ നെക്സ്റ്റ് ഒരു കാറ്റഗറി എന്തിരിക്കുന്നത്? സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അപ്പൊ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ വരുന്ന ഏതൊക്കെയായിരിക്കും ടാഗ്സ്? ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, ഇൻസ്റ്റാഗ്രാം റീൽസ്, ഹാഷ് ടാഗ്സ്, കോണ്ടന്റ് കലണ്ടർ, ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ്. ഇതെല്ലാം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന്റെ അണ്ടറിൽ വരുന്ന ടാഗ്സ് ആണ്. അപ്പൊ മനസ്സിലായില്ലേ എന്താണ് ടാഗ് എന്നും എന്താണ് കാറ്റഗറീസ് എന്നും? കാറ്റഗറി എന്ന് പറയുന്നതിന് മെയിൻ ടോപ്പിക് ഓർ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നു. ടാഗ് എന്നത് ആ കാറ്റഗറിയുടെ ഡീറ്റെയിൽ ചെയ്ത് പറയുന്ന ടോപ്പിക്കിനെ നമ്മൾ പറയുന്നതാണ് ടാഗ് എന്നത്. ഓക്കെ, ഇതിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ ഐഡന്റിഫൈ എ സ്പെസിഫിക് ടോപ്പിക്. ഇപ്പോൾ നമ്മൾക്ക് SEOയിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഓൺ പേജ്, ഓഫ് പേജ്, ടെക്നിക്കൽ. അപ്പൊ നമുക്ക് ഓൺ പേജ് മാത്രം അറിയെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ട് അറിയാൻ പറ്റും. കണക്ട് റിലേറ്റഡ് ലെസൺസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ലെസൺസ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ഇംപ്രൂവ് കണ്ടന്റ് സെർച്ചബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഹെൽപ്പ് ലേണേഴ്സ് ഫൈൻഡ് എക്സാക്ട് സബ്ജക്ട് ക്വിക്ലി. അതിന്റെ അണ്ടറിൽ ഓരോ സബ്ജക്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ടാക്സ് കൊടുക്കുമ്പോൾ ചിലവർക്ക് വേണ്ടത് ഓൺ പേജ് SEO മാത്രമായിരിക്കും, ചിലവർക്ക് ഓഫ് പേജ് SEO മാത്രമായിരിക്കും. അവർക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടാഗിന്റെ. അപ്പൊ അവർക്ക് വേണ്ട ചെറിയ ചെറിയ ടോപ്പിക്കും സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് കാണാനും സാധിക്കും, പെട്ടെന്ന് അവർക്ക് ഫൈൻഡ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ കാറ്റഗറീസ് ഫോർ ടാഗ് എന്ന് നോക്കുകയാണെങ്കിൽ ഇതിനെ ബ്രോഡ് ആയിട്ടുള്ള ടോപ്പിക് ഓർ മെയിൻ ടോപ്പിക്, അതാണ് നമ്മുടെ കാറ്റഗറി. അതുപോലെ മെയിൻ സബ്ജക്ട് ഏരിയസിനെയാണ് നമ്മൾ പറയുന്നത് കാറ്റഗറീസ് എന്നുള്ളത്. അതുപോലെ ലിമിറ്റഡ് ഇൻ നമ്പേഴ്സ്,
മെയിൻ ടോപ്പിക്സ് ലിമിറ്റഡ്സ് ആയിരിക്കും. ഓർഗനൈസ്ഡ് കണ്ടന്റ്സ്. ടാഗിൽ വരികയാണെങ്കിൽ സ്പെസിഫിക് കീവേഡ്സ് ആണ്, ഡീറ്റെയിൽ കോൺസെപ്റ്റ്സ് ആണ്, മൾട്ടിപ്പിൾ പെർ ടോപ്പിക്, ഒരു ടോപ്പിക്കിൽ മൾട്ടിപ്പിൾ എന്തായിരിക്കും ടാഗ്സ് ഉണ്ടാകും. ഡിസ്ക്രൈബ് എ കണ്ടന്റ്, നമ്മുടെ കണ്ടന്റിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നതാണ് ടാഗ്. ഇതാണ് നമ്മുടെ കാറ്റഗറീസ് ഓഫ് ടാഗ് എന്ന് പറയുന്നത്. സിമ്പിൾ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ കാറ്റഗറീസ് എന്ന് പറയുന്നത് മെയിൻ ചാപ്റ്റർ ഓഫ് കോഴ്സിന്റെ മെയിൻ ചാപ്റ്ററിന്റെ ആ മെയിൻ ഹെഡ്ലൈൻ ഓർ സബ്ജക്റ്റിന്റെ ഇസ് എ കാറ്റഗറി. ടാഗ് എന്നത് ഇമ്പോർട്ടൻറ്റ് കീവേഡ് ഓർ ടോപ്പിക് ഇൻസൈഡ് ഈച്ച് ചാപ്റ്ററിന്റെ അകത്തുള്ള ടോപ്പിക്സ്, ഇൻസൈഡ് ഉള്ള ടോപ്പിക്സ് ആണ് ടാഗ് എന്നത്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് എ കാറ്റഗറി. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കാറ്റഗറി. അപ്പോൾ SEO, SMM, SEM ഇതൊക്കെ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ സബ് ടോപ്പിക് എന്ന് പറയാം. ഏറ്റവും വലിയ ടോപ്പിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണല്ലോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്പൊ കാറ്റഗറി ആയിട്ട് വരും. അതിന്റെ അകത്ത് വരുന്ന SEO, SMM, SEM എന്നെല്ലാം സബ് ടോപ്പിക് ആയിട്ട് വരും. ആ SEOയുടെ അകത്ത് വരുന്ന ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, ടെക്നിക്കൽ SEO ഇതെല്ലാം നമ്മൾക്ക് ടാഗ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാറ്റഗറീസ് ആൻഡ് ടാഗ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.